ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ്സാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായാണ് ഈ ഒരു കളർ പെൻസിൽ ഡ്രോയിങ്ങിലോട്ട് കടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആദ്യമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ട്യൂട്ടോറിയൽസും ഡ്രോയിങ് ടിപ്സും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിയൽ ടൈം വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് ടൈം ലാപ്സിൽ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ്ങിൽ നിന്ന് കളർ പെൻസിൽ ഡ്രോയിങ്ങിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വില കൂടിയ ഡ്രോയിങ് മെറ്റീരിയൽസ് ഒന്നും തന്നെ വാങ്ങേണ്ടതില്ല. വില കുറഞ്ഞ കളർ പെൻസിലും പേപ്പറും ഒക്കെ ഉപയോഗിച്ചും നമുക്ക് വളരെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ വില കൂടിയ പേപ്പറൊന്നും തന്നെ വാങ്ങി പൈസ കളയേണ്ട ആവശ്യം വരുന്നില്ല. മിനിമം 180 GSM മേലെയുള്ള പേപ്പറാണ് നമുക്ക് വരയ്ക്കാനായിട്ട് വേണ്ടത്. കാരണം GSM കുറഞ്ഞ പേപ്പറാണെങ്കിൽ അത് പെട്ടെന്ന് ചുളുങ്ങിപ്പോകും. അതുപോലെ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. മൊത്തത്തിൽ നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ പെർഫെക്ഷനെ തന്നെ അത് ബാധിച്ചേക്കാം. ഞാനിവിടെ 300 GSM ഐവറി ഷീറ്റിൽ ആണ് ഈ ഒരു ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. 25 ഷീറ്റിന് 150 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഷീറ്റിന് വെറും 6 രൂപയെ വരുന്നുള്ളൂ. ഇതിൽ തന്നെ ടെക്സ്ചർ കൂടിയ സൈഡും അതുപോലെ തന്നെ സ്മൂത്ത് സൈഡും വരുന്നുണ്ട്. ഞാനിവിടെ പേപ്പറിൻ്റെ സ്മൂത്ത് സൈഡിലാണ് വരയ്ക്കുന്നത്. കാരണം സ്മൂത്ത് സൈഡിൽ വരയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ കളർ പെൻസിൽ സെലക്ട് ചെയ്യുമ്പോൾ ഫെബർ കാസ്റ്റലിൻ്റെ പോളിക്രോമസ് അല്ലെങ്കിൽ പ്രിസ്മ കളർ ഇതുപോലുള്ള വില കൂടിയ പെൻസിൽസ് വാങ്ങിയാൽ മാത്രമേ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുമെന്നൊന്നുമില്ല. നിലവിൽ ഡോംസ്, ഫെബർ കാസ്റ്റൽ, അപ്സര, ആർട്ട് ലൈൻ തുടങ്ങി നിരവധി ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നന്നായിട്ട് കളർ അപ്ലൈ ആകുന്നതും വളരെ സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റുന്നതും ആർട്ട് ലൈനിൻ്റെ കളർ പെൻസിലാണ്. എന്നാൽ ഇതിൻ്റെ ലെഡ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു പ്രോബ്ലമാണ്. ക്വാളിറ്റി വൈസ് നോക്കിയാൽ ഫെബർ കാസ്റ്റലിൻ്റെയാണ് നല്ലത്. എത്ര ഷാർപ്പ് ചെയ്താലും ലെഡൊന്നും ഒടിഞ്ഞു പോകില്ല. എന്നാൽ കളർ നന്നായിട്ട് അപ്ലൈ ആകുന്നില്ല എന്നത് ഒരു പ്രോബ്ലമാണ്. 24 ഷെയ്ഡ് വരുന്ന വെറും 200 രൂപയുടെ ആർട്ട് ലൈൻ കളർ പെൻസിൽ കൊണ്ടാണ് ഈ ഒരു ചിത്രം ഞാൻ വരച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ റെഫറൻസ് പിക്ചർ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ റെഫറൻസ് പിക്ചർ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പല നിറങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹെയർ വരയ്ക്കുമ്പോൾ നമ്മൾ കരുതും ഹെയർ ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് കളർ കൊടുത്താൽ പോരെ എന്നൊക്കെ തോന്നും. എന്നാൽ ഈ ഒരു ചിത്രത്തിൽ ബ്ലാക്കിന് പുറമെ ബ്രൗൺ, ബ്ലൂ അതുപോലെയുള്ള നിറങ്ങൾ കൂടി ഈ ഒരു ചിത്രത്തിൽ വരുന്നുണ്ട്. ഓരോ ചിത്രത്തിലും ഓരോ നിറങ്ങളായിരിക്കും. ആ ഒരു നിറങ്ങൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ കൊണ്ടുവന്നാലേ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ജീവൻ വരികയുള്ളൂ. ഇവിടെ ഞാൻ സ്കിൻ ടോൺ ചെയ്യാനായി ഈ ഒരു 200 രൂപയുടെ ആർട്ട് ലൈൻ കളർ പെൻസിൽ വരുന്ന ബ്ലഷ് എന്നൊരു കളർ വരുന്നുണ്ട്. അതാണ് ഞാൻ ഒരു ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്തത്. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ പിങ്കാണ് അപ്ലൈ ചെയ്തത്. തേർഡ് ലെയറായിട്ട് ഓറഞ്ച് അപ്ലൈ ചെയ്തു. അതുപോലെ 4ാമത്തെ ലെയറായിട്ട് ബ്രൗൺ ആണ് അപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് വൈറ്റ് കളർ പെൻസിലാണ് യൂസ് ചെയ്തത്. അതുപോലെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് 2-3 ലൈറ്റൊക്കെ സെറ്റ് ചെയ്താണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡ്രോയിങ്ങിൻ്റെ ആക്ച്വൽ കളർ ഈ ഒരു വീഡിയോയിൽ കിട്ടണമെന്നില്ല. അതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിൽ ഷാർപ്പാക്കി വരയ്ക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് ഡോട്ട്സൊക്കെ ഒഴിവാക്കി നന്നായി ഫിൽ ചെയ്ത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പെൻസിൽ ഷാർപ്പായിരുന്നാലേ വളരെ നന്നായി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ സമയമെടുത്ത് ഓരോ പാർട്ടും വളരെ ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കണം. പലരും വരയ്ക്കുമ്പോൾ പെട്ടെന്ന് വരച്ച് തീർക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ വളരെ സമയമെടുത്ത് റെഫറൻസ് പിക്ചർ നന്നായി മനസ്സിലാക്കി വരച്ചാൽ വളരെ മനോഹരമായി നിങ്ങൾക്ക് ആ ഒരു ചിത്രം വരച്ച് തീർക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്ന പാർട്ട് വളരെ നന്നായി വരയ്ക്കാൻ ശ്രമിക്കണം. കാരണം ആദ്യം വരയ്ക്കുന്ന പാർട്ട് നന്നായാൽ ബാക്കി നമ്മൾ വരയ്ക്കുന്നത് ഓട്ടോമാറ്റിക്കായി നന്നായി തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രം തെറ്റിക്കഴിഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് പോലെ കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ മായ്ച്ച് കളയാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഏത് കളറാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ സ്കിൻ ടോണൊക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരു പേപ്പറിൽ കളറൊക്കെ മിക്സ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെയ്യുന്നതാകും നല്ലത്. അതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കണ്ണും അതുപോലെ ലിപ്സും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കണം. കാരണം ഇത് രണ്ടും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫേസ് കറക്റ്റായി തന്നെ കിട്ടണമെന്നില്ല. അതുപോലെ നിങ്ങൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡാർക്കായി അപ്ലൈ ചെയ്യാതെ ലൈറ്റായി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്താൽ നമുക്ക് വീണ്ടും ഡാർക്കാക്കണമെന്ന് തോന്നിയാൽ ഡാർക്കാക്കാൻ സാധിക്കും. മറിച്ച് ആദ്യമേ ഡാർക്കാക്കി ഷെയ്ഡ് ചെയ്താൽ പിന്നെ ലൈറ്റ് ആക്കാമെന്ന് തോന്നിയാൽ അത് പറ്റത്തില്ല.
ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എന്താണെന്നും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ എങ്ങനെ വരയ്ക്കാമെന്നും അതുപോലെ തന്നെ ഒട്ടും തന്നെ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് കൂടി വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായി കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങിൽ നിന്ന് കളർ പെൻസിൽ ഡ്രോയിങ്ങിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ടിപ്സ് വളരെ ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എവറി ന്യൂ ബിഗിനിങ്സ് കം ഫ്രം സം അതർ ബിഗിനിങ്സ് ആൻഡ് ഗുഡ് ബൈ.